മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഒന്ന് പറയട്ടാ. പറയാടി ഇത് ഇനി ടക്കനെ ചോദിച്ച ഉടനെ അടുത്തങ്ങ് പറയാം. എന്തരുത് പിന്നെ ഒന്ന് പെട്ടെന്ന് പറ. പെട്ടെന്ന് പറയാ. ആലോചിച്ചെടുക്കണ്ടേ വേറെ. കിട്ടി പറയാം, കേട്ടോണം. അതായത് മക്കളെ, ഈ സ്നേഹം എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ ഓരോ അവസ്ഥ അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് തെറ്റ് മക്കളെ, നിന്റെ ചേട്ടന് വിവരമില്ല. ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ സ്നേഹം എന്ന് പറയുമ്പോഴത്തേക്കും നിന്റെ ചേട്ടൻ പറഞ്ഞ പോലെ അവസ്ഥ അനുസരിച്ച് മാറത്തൊന്നുമില്ല. സ്നേഹം കൊടുക്കുന്നവര് സ്നേഹം ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും, സ്നേഹം ഏറ്റുവാങ്ങുന്നവരോ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കും. ഇതൊരു പ്രോസസ്സാണ്, മനസ്സിലായ? ഇരിക്കും എല്ലാം കൂടെ. കാച്ചിന്റെ കാര്യം വരുമ്പോ മാത്രം എല്ലാം അങ്ങ് തീരുമാനമായിരിക്കും. എന്തോ കാച്ചിന്റെ കാര്യം വരുമ്പോ എന്റെ പൊന്നു മക്കളെ, ഈ സ്നേഹമൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞോണ്ടിരിക്കും. എടേ, കുറച്ചു പേരെങ്ങനെയാണെന്നും വെച്ചോണ്ട് നീ എല്ലാവരും കൂടെ അടച്ചാക്ഷേപിക്കരുത്. ഞാനങ്ങനെ മാർത്തൊന്നുമില്ല. എനിക്ക് എല്ലാവരുടെ അടുത്തും സ്നേഹം. തന്നെ മക്കളെ, തന്നെ മക്കൾക്ക് ഇപ്പൊ എല്ലായിടത്തും സ്നേഹമായിരിക്കും. കുറച്ച് കഴിയുമ്പോ കാണാം. നിന്റെ കാര്യത്തിൽ ഞങ്ങൾ കണ്ട പോലെ അല്ലേ? എന്റെ കാര്യത്തിൽ എന്തിനുണ്ടെന്ന് ചുമ്മാ അടങ്ങി ചേട്ടാ, കൊച്ചു നീ പറഞ്ഞു തെറ്റിക്കല്ലേ. എന്താണ് ഇവിടെ എന്തോന്ന് ചർച്ച? അറിഞ്ഞുകൂട്. മനുഷ്യനും സ്നേഹവും an empirical relationship. എന്റെ അമ്മയെ വൻ ചർച്ചയുള്ള. എന്നിട്ട് എവിടെ വരെ എത്തി? എവിടോ വരെ എത്തി, എങ്ങനെയോ പൊക്കോണ്ടിരിക്കുന്നു. എന്ത് പറ്റി, കൂടുന്നോ? നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ വഴി കയറിക്കോളാം. പറഞ്ഞു തുടങ്ങി എന്തായിരുന്നു? അതായത് ഇപ്പൊ പൈസ വരുമ്പോഴത്തേക്കും മനുഷ്യര് മാറുന്നു. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എന്റെ കോളേജില് ഒരുത്തനുണ്ടായിരുന്നു, ഒരു കപ്പിൾസ്. അവരൊരു 7 വർഷം ഒരു ഇൻട്രസ്റ്റ് 7 വർഷമായിട്ട്. അതെങ്ങനെയാ ചേട്ടൻ്റെ ഇല്ല പറ. ഇപ്പം അവള് വേറെ കിട്ടിയപ്പോ അതിനോട് അങ്ങ് പോയി. അതാ പയ്യൻ കൊള്ളില്ലാത്തോണ്ടായിരിക്കും. നിന്റെ കോളേജിലെ പയ്യനെ കൊള്ളില്ലാത്തോണ്ടായിരിക്കും. കൊള്ളൂല്ല, അതൊക്കെ അവന്റെ കാര്യം. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ അവൻ എന്തായാലും അണ്ടി വേണ്ടാനെ പോലെ 3 സെമ്മാണ് മുക്കിന് പൊട്ടിയത്. 3 സെമ്മാ? എന്താ അവന്റെ മാനസികാവസ്ഥ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. അവൻ സംസാരിക്കണ കേൾക്കണം ചില സമയം, ഒരു ബന്ധവുമില്ല. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ 3 സെമ്മിന് പൊട്ടുക എന്നൊക്കെ പറയാ മോശമല്ലേ? 3 സെമ്മ് ഇവിടെ ബാക്കിയുള്ളവന്മാര് വേറെ എന്തൊക്കെയോ ചെയ്യണം. അപ്പോഴാണ് 3 സെമ്മ്. ചേച്ചി, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ? ചേച്ചിക്ക് അളിയനെയാണോ കൂടുതൽ ഇഷ്ടം, അതോ അളിയന് ചേച്ചിയാണോ കൂടുതൽ ഇഷ്ടം? എന്ന് വെച്ചാ ചേച്ചിക്ക് അളിയനെയാണോ കൂടുതൽ ഇഷ്ടം, അളിയന് ചേച്ചിയാണോ കൂടുതൽ ഇഷ്ടമെന്ന്. അളിയന് ചേച്ചിയോട് എന്ത് വർത്താനാണോ അങ്ങനെ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞേ? നീയല്ലേ വർത്താനം പറഞ്ഞു തുടങ്ങിയത്? ഞാനാണോ? ഇവനാണ് പറഞ്ഞത് ചേച്ചി, ഞാനല്ല. ഒരുമിച്ച് പറ. നേരത്തെ അങ്ങനെ പറഞ്ഞ എന്തിനാന്ന്? ശരി പറയാ. കേശു പറയൂ. ഇപ്പം അളിയൻ ചേച്ചിനെ എന്താണ് വിളിക്കണത്? ലച്ചൂസേ, ലച്ചുക്കുട്ടി, ലച്ചുമ്മ, മുത്തേ, ചക്കരേ, തൊട്ടുടു, അങ്ങനെയൊക്കെയാണ് വിളിക്കണേ. അയ്യടാ, ചേച്ചി അളിയൻ എന്തിനാണ് വിളിക്കണേ? സിദ്ധു, സിദ്ധു പോയടേ. സിദ്ധു, ഇയാൾ എന്തുവാണ് കാണിക്കുന്നേ? ഇയാളെ കൊണ്ട് എന്തുവാ ഇത്? അത് ഞാൻ സ്നേഹം കൊണ്ട് വിളിക്കണതല്ലേ. ചിലപ്പോ ദേഷ്യത്തിനോടും വിളിക്കും. എന്റെ കൊച്ച സ്നേഹം ഉള്ളിടത്തെ ദേഷ്യമുള്ളൂ. പക്ഷെ സ്നേഹമില്ലാത്ത ദേഷ്യം കാണും. ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും പാവാളിയനെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് മോശമാണ്. എടേ, പോടേ, വാടേ, വരടേ, എന്തരടേ. അല്ല, അത് ഞാൻ മറ്റേ ഏത് മറ്റേ എന്തോന്നു? എന്ത് ഒരു കാര്യമില്ല. എന്നാലും അളിയനെ കയറിയിടാ പോടാ. വേറെ അയ്യം തന്നെ ഏട്ടാ. നമ്മള് ഒരു ഹസ്ബൻഡിനോട് സംസാരിക്കേണ്ട രീതിയുണ്ട്. ഏട്ടാ എന്നൊക്കെ വിളിക്കണം. അങ്ങനെയാണെങ്കിൽ വേറെ നിന്നെ എന്താ വിളിക്കണത്? എടാ പോടാന്നൊക്കെയല്ലേ. അതിന് കൂട്ടിയിട്ട് വിളിക്കുന്നുണ്ടോന്നാണ് എന്റെ സംശയം. നീ എന്താ വിളിക്കണേ? ഇറങ്ങി ചർച്ചയൊക്കെ മാറി ഇറങ്ങ്. കഥ കേൾക്കായിരിക്കുന്നു. ആ കഥന്റെ ഇടയിലും പോയി ഒളിച്ചെന്നാലാണോ നോക്കിയോ എറിഞ്ഞിരിഞ്ഞ്. വിഷയം കം ടു ദി പോയിന്റ്. വിട്ടില്ല. ഇല്ല, വിട്ടില്ല.
ഇവിടെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞങ്ങൾ റിലേഷൻഷിപ്പിലാണല്ലോ. ഉണ്ട്, കുഴപ്പമില്ല. കുറച്ച് നമ്മൾ കല്യാണം കഴിച്ച് കഴിയുമ്പോ അവളെന്നെ ചേട്ടാന്ന് വിളിച്ചോളൂ. ഈ പോക്കാണെങ്കിലേ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവനെ കൊണ്ട് അവള് ചേച്ചിന്ന് വിളിപ്പിക്കും. ചേച്ചി ചിരിക്കൊന്നും വേണ്ട. ഇപ്പൊ അതല്ല ഇവിടുത്തെ വിഷയം കേട്ടാ. കം ടു ദ പോയിന്റ്. ഇപ്പൊ എന്താണ് ഇവിടുത്തെ വിഷയം? ചേച്ചി അളിയനെ പോടാ വെട്ടാവളിയ എന്നൊക്കെ വിളിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അതൊരു വിഷയമൊന്നുമില്ല, നീ ഇറങ്ങി പോയാ മതി. നമ്മള് പോയേക്കാവേ. ഞാൻ മനസ്സിൽ ഇടക്കിടക്ക് വന്ന കാര്യങ്ങൾ അങ്ങ് പറഞ്ഞതേ ഉള്ളു. He doesn't deserve this, ചേച്ചി. മോനെ പിന്നെ എടാ പോടാ എന്നല്ലാതെ ഞാൻ പിന്നെ വേറെ എന്ത് വിളിക്കാന്? എടാ സിദ്ധു, എന്ത് കുഴപ്പം? നല്ലല്ലേ? സിദ്ധുവേട്ടാ, സിദ്ധുവേട്ടാ, സിദ്ധുവേട്ടാ. പിന്നെ സിദ്ധൂസ് എന്ന് വിളിക്കാം. സിദ്ധൂസ്, സിദ്ധൂസേ. മേനയില്ലല്ലോ. ആ സിദ്, സിദ്. കവിത എഴുതണ? കവിതയൊന്നുമല്ല, സാധനങ്ങളുടെ ലിസ്റ്റ്. സാധനങ്ങളുടെ ലിസ്റ്റ് ചേച്ചി എഴുതണ? എന്താ അമ്മമ്മയെ കണക്കാനി നാട് വിട്ടു പോയാ? അല്ല, ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചെന്നുള്ളൂ. ഇനിയിപ്പം ചേച്ചിയുടെ സാധനങ്ങളുടെ ലിസ്റ്റ് ആയിട്ട് നടക്കട്ടെ, നമ്മൾ പോകുന്നു. പോലെ പോലെ എനിക്കേ അല്ല, ചോദിക്കുന്ന ഇച്ചിരി ക്രിഞ്ച് പരിപാടിയാണെന്നറിയാം, എന്നാലും ഞാൻ ചോദിക്കുക. എനിക്ക് സിദ്ധുവിനെ വിളിക്കാൻ ഒരു പേര് വേണം. സിദ്ധുവിന്റെ പേരല്ലേ സിദ്ധു? സിദ്ധു എന്ന് വിളിച്ചാ പോരെ? അതല്ല, സ്നേഹത്തോടെ വിളിക്കാൻ ഒരു പേര്. സ്നേഹത്തോടെ? സിദ്ധു നീട്ടി വിളിച്ചാ മതി. ആ നീട്ടിലെ സ്നേഹം വന്നോളൂ. ഇല്ലടാ സിദ്ധു. അതല്ല, നമ്മളിങ്ങനെ സിദ്ധുസേ. ഇപ്പൊ സിദ്ധു ലച്ചൂസേ എന്നാണല്ലോ വിളിക്കുന്നേ. അതുപോലത്തെ നിക് നെയിം ഒക്കെ ഉണ്ടല്ലോ. അതാണ് ഇത്ര നേരം ഇവിടുന്ന് എഴുതിക്കൊണ്ടിരുന്നല്ലേ. കൊച്ചു കള്ളി. വായിക്കട്ടെ. ജസ്റ്റ് നമ്പർ 1 കരളേ. കുത്ത് കുത്ത് കുത്ത്. കരളി കരള എവിടെ പോവാ? കരള ചായ. അത് വെട്ട്. വെട്ടി. കരള ചായ പിടിച്ചോന്നൊക്കെ. കരള വെട്ടിന്ന്. ശരി ശരി, കരള വെട്ടി. ജസ്റ്റ് നമ്പർ 2 ഏട്ടായി. ഏട്ടായി പക്ഷെ കൊള്ളാം കേട്ടാ ചേച്ചി. ഏട്ടായി നമുക്ക് ഫിക്സ് ചെയ്താലോ? ഏട്ടായി കോഫി. അതിപ്പോ ട്രെൻഡ്. വെട്ട്. അത് ചേച്ചി ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊരു പേര് പറയട്ടെ. സിദ്ധുമോനെ എന്ന് വിളിച്ചാലോ? ലച്ചുമോളും സിദ്ധുമോനും. അളിയന്റെ ആ ഒരു ഗാംഭീര്യത്തിനും ആ ഒരു ശരീരത്തിനും ആ ഒരു തൂക്കത്തിനും ആ ഒരു ഹൈറ്റിനും പറ്റിയൊരു പേര് ഞാൻ പറയട്ടെ. ഒട്ടകം. അല്ലാതെ പിന്നെ ചേച്ചി, എന്റെ കയ്യിൽ നല്ലൊരു പ്ലാൻ ഉണ്ട്, പറയട്ടാ? പറ. ചേച്ചി ഇങ്ങനെ മനസ്സിൽ ഓരോ പേര് കണ്ടുപിടിച്ചിട്ടില്ലേ? ഇപ്പൊ ഇതിനകത്ത് എഴുതി വെച്ച പേരുകള്. ഇത് വേണ്ട എടി, എന്തായാലും പേരുകൾ. ആ പേരൊക്കെ ചേച്ചി ഇങ്ങനെ അളിയന്റെ അടുത്ത് മാറി 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 ഇങ്ങനെ വിളിച്ച് സംസാരിക്കണം. അപ്പോ ഞങ്ങൾ അളിയന്റെ മുഖം ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. അളിയൻ ചേച്ചി ഏത് പേര് വിളിക്കുമ്പോഴാണ് സന്തോഷവാനാകുന്നത് എന്ന് ഞങ്ങൾ ശ്രദ്ധിക്കും. എന്നിട്ട് ആ പേര് നമ്മൾ ഫിക്സ് ചെയ്യും. അത് പൊളിക്കും. നൈസ് ഐഡിയ. നൈസ് ഐഡിയ അല്ലേ? നൈസ് ഐഡിയ. അത് ചെയ്തു. ഇത് വേണ്ടാട്ടാ. ചുരുട്ടി. അല്ല, നിങ്ങൾക്ക് എന്താ അടുക്കള കാര്യം? നിങ്ങൾ പ്രതിപക്ഷമല്ലയോ? പ്രതിപക്ഷവും അടുക്കള കയറാത്ത പക്ഷം. ഫണ്ണ് ഫണ്ണ്. ക്രിയേറ്റിവിറ്റി. അവനെന്തി അമ്മമ്മേ? അവനവിടെ? ആര്? സിദ്ധു. എന്താ അമ്മമ്മ ഇങ്ങനെ നോക്കണേ? അല്ല, കുറച്ച് ദിവസമായിട്ട് നിന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. നിനക്കെന്താ കുറച്ചുകൂടെ സ്നേഹമായിട്ട് സിദ്ധുവിനെ വിളിച്ചാലേ? നീ സിദ്ധുവിനെ എന്തോ വിളിക്കുന്നേ? എടാ, പോടാ, ഇങ്ങോട്ട് വാടാ, അങ്ങോട്ട് പോടാ, സിദ്ധു. അല്ല, അത് ഞാൻ കണ്ട ഞങ്ങള് പറഞ്ഞ സെയിം കാര്യം തന്നെ ഇപ്പൊ അമ്മയും പറഞ്ഞത്. മനസ്സിലായി, എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ അമ്മൂമ്മ അടുത്ത് ഞാനൊരു സംശയം ചോദിക്കും. ചോദിക്ക്.
അമ്മമ്മ അപ്പൂപ്പൻ എന്താ വിളിച്ചോണ്ടിരുന്നത്? കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് ഇങ്ങോട്ട് വന്നാട്ടെ, വേണ്ടേ, അതെ, ഇത് അങ്ങനൊക്കെ വിളിക്കുമായിരുന്നു. പിന്നെ പിള്ളേരുണ്ടായതിനു ശേഷം പിള്ളേരുടെ അച്ഛാന്ന് വിളിക്കും. ആരോടെങ്കിലും സംസാരിക്കുമ്പോ അദ്ദേഹം എന്ന് വിളിച്ചാൽ സംസാരിക്കാറുള്ളൂ. അല്ലാതെ നിന്റെ കൂട്ട് എടാ പോടാ പാടാ എന്നൊന്നും ഞാൻ വിളിക്കാറില്ല. മോശം മോശം മോശം. അത് എടാപോടെന്ന് വിളിക്കുന്നത് മര്യാദക്കുള്ള ഇടാപോടല്ലേ അമ്മൂമ്മ? അതല്ലടാ, സിദ്ധു വിളിക്കുന്ന എങ്ങനെ ലച്ചൂസേ എന്ന് വിളിക്കും. അങ്ങനെ വിളിക്കുമ്പോഴും എന്താടാ ഇങ്ങനെയല്ലേ തിരിച്ചു ചോദിക്കുന്നേ? അത് കേട്ടാ ആർക്ക് വരാൻ തോന്നും? പക്ഷെ അമ്മൂമ്മയുടെ വിഷമം നമുക്ക് മനസ്സിലാവും. ചേച്ചിക്ക് മനസ്സിലാവില്ലെങ്കിലും ഞങ്ങക്ക് മനസ്സിലാവും. അതുകൊണ്ട് അമ്മൂമ്മ പേടിക്കണ്ട. ഇന്ന് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു തീരുമാനമാവും. അമ്മൂമ്മ നോക്കും. കാര്യം മനസ്സിലായില്ലല്ലോ. അമ്മൂമ്മ നമ്മളെ ലച്ചി ചേച്ചി അളിയനെ വിളിക്കാൻ എന്തൊക്കെ പേരാ കണ്ടു വച്ചേക്കണേന്നറിയോ? എന്താ പറയണ്ട, വേണ്ട പറയണില്ല. എന്തൊക്കെ പേരാ? അത് ഞാൻ പറഞ്ഞ എന്നെ പേന വെച്ച് കുത്തിക്കൊല്ലും. ആ വിഷയം എടുത്ത ഞാൻ ഇപ്പൊ വരാം. എങ്ങോട്ടാ? സിദ്ധുവിന്റെ അടുത്തേക്ക്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു. ചേച്ചി ഒരു കോഫി എടുത്തോണ്ട് അങ്ങോട്ട് വരുന്നു. അങ്ങനെ കോഫി മുടിയെ കഴിച്ച് സുന്ദരിക്കായിട്ട് ഒരു കോഫി ഒക്കെ കൊണ്ട് വാ. ഷൊട്ടടോ അങ്ങനത്തെ. ഞാൻ പിന്നെ കാപ്പി. പാറോളിയാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുമ്പോ ബോറടിക്കുന്നില്ലടാ നിനക്ക്? എനിക്കില്ല. എന്നാ എനിക്ക് ബോറടിക്കുന്നുണ്ട്. അതല്ലേ ഞാൻ ജോലിക്ക് പോകാത്തോണ്ട. ഞാൻ ലീവിന് വന്നല്ലോടാ ചക്കരേ. എന്താടാ അളിയനെ കോഫി വേണോ? അളിയ കോഫി വേണമെന്നില്ലടാ. എന്നാലും കിട്ടിയ ഒരെണ്ണം കുടിക്കാം അല്ലേ? കിട്ടിയാൽ ആവാം. ചേച്ചി കോഫി. ഹായ് ചേച്ചി. ഹായ് കോഫി. കോഫി ചേച്ചി. ഏട്ടായി കോഫി. ഇതെന്താ ഇൻസ്റ്റന്റ് കോഫിയാ? അല്ല ഏട്ടാ കോഫി. എന്താ ഇപ്പൊ വിളിച്ചേ? അളിയ ഈ അളിയ എന്തായിരുന്നു പരിപാടി? അല്ല, ഞങ്ങളൊരു ബോറടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉള്ളപ്പോ സിദ്ധൂസിന് ബോറടിക്കാനാ? അല്ല, ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉള്ളപ്പോ സിദ്ധൂസിന് ബോറടിക്കുന്നുണ്ടോന്ന്? നിങ്ങൾ ഇത്രയും പേരുള്ളതുകൊണ്ട് ബോറടിക്കുന്നില്ല, അതല്ല. എന്തോ വിളിച്ചേ? അതെന്തെങ്കിലും ആവട്ടെ അളിയ, എന്ത് വേണമെങ്കിലും വിളിക്കാമല്ലോ. പക്ഷെ അളിയ ബോർ അടിക്കുന്നുണ്ടെങ്കിൽ പുറത്തു പോകണം, അർമാദിക്കണം, ഉല്ലാസിക്കണം. അതാണ് എന്റെ ഒരു കാര്യം. അതെ അതെ, അത് നല്ലൊരു കാര്യം. നമുക്കൊരു ട്രിപ്പ് പിടിച്ചാലോ? പ്ലാൻ ചെയ്യാം. ഒരു കാര്യം ചെയ്, സിദ്ധുമോൻ അങ്ങോട്ട് പ്ലാൻ ചെയ്. നമുക്ക് കുറച്ച് ദിവസമൊക്കെ പോയി ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ നമുക്ക് തിരിച്ചു വരാം. അടിപൊളിയായിരിക്കില്ലേ? എന്താ വിളിച്ചേ? അതിപ്പോ നമുക്ക് പ്ലാൻ ചെയ്യാം. അളിയൻ പ്ലാൻ ചെയ്യാം. നമുക്ക് എങ്ങോട്ടാ പോണ്ടേ? അങ്ങനെയാണല്ലേ, നമുക്ക് കണ്ണൂർ പിടിക്കാം. അവിടെ ഇപ്പൊ തെയ്യത്തിന്റെ സീസൺ തുടങ്ങിയിട്ടുണ്ടല്ലോ. തെയ്യം കാണാൻ ഒരു മൂഡ് പിടിക്കാം. ഏട്ടൻ പ്ലാൻ ചെയ്തോ ഏട്ടാ? ഏട്ടന്റെ പ്ലാനിങ് ഒക്കെ അടിപൊളിയല്ലേ? എന്തെന്ന്? നമ്മുടെ ഈ അളിയ ചീറ്റി പോയി. നമ്മൾ അന്ന് മറ്റേ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്തില്ലേ, അവിടെ കണ്ണൂര് പോയി തെയ്യം കാണാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ പ്ലാൻ ചീറ്റി പോയി. അതെ, പ്ലാൻ ചെയ്യേണ്ട രീതിയിൽ പ്ലാൻ ചെയ്യേണ്ടാത്ത ആൾക്കാർ പ്ലാൻ ചെയ്യപ്പോ കുഴപ്പാ. മനസ്സിലായി, അതും ചീറ്റി പോയി. അതും ചീറ്റിയോ? ഇല്ല 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 ഇല്ല. പ്ലാൻ ചെയ്യാം. അതെ, ഇനി വിളിക്കാൻ പേരൊന്നും ഇല്ല കേട്ടോ. കറല ഒന്ന് ട്രൈ ചെയ്തൊക്കെയാലോ. കറല കുത്തു 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 മൊണ്ട അടിച്ചാൽ കുറിഞ്ഞു. വേണ്ടല്ലേ? ഓക്കെ ചേച്ചി മറ്റേ വിളി. സിദ്ധേക്കും സിദ്ധേക്കും. സിദ്ധ്, അപ്പൊ നമ്മൾ ഇന്ന് പോവാനാ പ്ലാൻ ചെയ്യുന്നേ? സിദ്ധ അതാരാ? അത് സിദ്ധു തന്നെ. അതൊന്നുമില്ല, കോഫി കുടിക്കുക, ഇപ്പൊ വരാം. ഇതെന്താ ഓടിപ്പോയ? പ്ലാൻ ചെയ്തെല്ലാം പിന്നെ 8 നില പൊട്ടിയ ഓടൂല്ലേ? എന്തോന്നു? അളിയത് പണ്ട് തൊട്ടേ നമ്മുടെ കുടുംബത്തിനുള്ളൊരു ശാപമാണ് അളിയത്. ആരെങ്കിലും എന്തെങ്കിലും പ്ലാൻ ചെയ്യും, ജന്മം ചെയ്തത് നടക്കൂല. അങ്ങനെയാണ്. എന്നാലേ ഇപ്രാവശ്യം ഞാൻ പ്ലാൻ ചെയ്യാം. നമുക്ക് നോക്കാം. അളിയൻ എവിടാ പോണ്ടേന്ന് പ്ലാൻ ചെയ്യും. ഞാൻ അളിയന്റെ കൂടെ തന്നെ.
അളിയൻ കോഫി കുടി. കോഫി വേണോ? ഏട്ടായി കൊണ്ട് തന്നല്ലേ കുടിയാളിയാ ഇനിയിപ്പോ എന്തൊരു പേര് വിളിപ്പിക്കും. പ്ലാനൊക്കെ പൊളിഞ്ഞു പോയി അല്ലേ? ഉള്ളത് പറയാലോ, ചേച്ചി ഓരോ പേര് വിളിക്കുമ്പോഴും അളിയന്റെ മുഖത്തൊരു മ്ലാനതയായിരുന്നു, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെ മ്ലാനത കാണാതിരിക്കും? ഇടി എപ്പം നോക്കിയാലും ഏട്ടാ പോടാ എടാ സിദ്ധു എന്ന് വിളിച്ചോണ്ടിരുന്ന ആള് ടക്കനെ വന്നിട്ട് സിദ്ധു ഏട്ടാ ഏട്ടായി കോഫി. അത് ഭയങ്കര കൂറായി പോയി ഏട്ടാ. ഏട്ടായി കോഫി എന്തോ വരുന്നത്? എടാ നിങ്ങളെല്ലാം ഓരോ ഐഡിയ ഒക്കെ പറഞ്ഞു തന്നിട്ട് എന്നെ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിപ്പിച്ചേ. പറയൂ. ഓഹോ, അപ്പൊ രണ്ടും കൂടെ ചേച്ചിക്ക് വെക്കുവായിരുന്നല്ലേ? ചെറുതായിട്ട് ഇച്ചിരി. ചേച്ചി കുറ്റം പറയാൻ പറ്റില്ലായിരുന്നല്ലേ? ചേച്ചി ഓരോ തവണ വിളിച്ചപ്പോഴും സൂപ്പറായിരുന്നു കേട്ടോ. ചെറുക്കന്റെ വായന കേൾക്കരുത് കേട്ടോ. മര്യാദ ഒരു കയ്യകലത്തിൽ നിന്ന് മാറി നിന്നു, അല്ലെങ്കിൽ കിട്ടും രണ്ടിനും. ഓ ലച്ചൂസേ, ആ വിളി കേട്ടാ ലച്ചുമോളെ. മോളേന്നൊക്കെ. ചേച്ചി ഉത്തരം പറ, ഞാനിവിടെ ഉണ്ട് എന്ന് പറ. സിദ്ധു ഞാനിവിടെ ഉണ്ട്. ഒരുമാതിരി അളിയനെ വിളിച്ച ആ ഒരു സ്നേഹം കണ്ടായിരുന്നു. ചേച്ചി എന്തിനാണ് ഇപ്പൊ ഒരുമാതിരി മാടി വെക്കുമ്പോലെ ഞാൻ ഇവിടെ ഉണ്ട് ചോളെ എന്നൊക്കെ വിളിക്കുമ്പോ എങ്ങനെ ചേച്ചി ഇങ്ങനെയൊക്കെ പറയാൻ തോന്നണത്? ആ ഞാൻ അളിയാ അളിയന്റെ ലച്ചൂസ് ഇവിടെ ഉണ്ട്. ലച്ചൂസ് ഇവിടെ ഇരിക്കായിരുന്നോ? എന്താ സിദ്ധു വിളിച്ചേ? ഭാര്യയും ഭർത്താവോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്താ കാര്യം? കയറി പോയെ. ഹലോ, ഇവിടെ ആദ്യം നമ്മളാണ് സംസാരിച്ചോണ്ടിരുന്നത്, എന്നിട്ടാണ് വന്നത് അളിയൻ കേട്ടോ. ലച്ചു അവരെന്നോട്ട് അവർ നിൽക്കുന്നതിന് എന്താ കുഴപ്പം? അല്ല സിദ്ധു എന്തിനാ വിളിച്ചേന്ന് പറഞ്ഞില്ല? ഒന്നുമില്ല, ചുമ്മാ വിളിച്ചെന്നുള്ളോ, കാണാൻ തോന്നിയെന്ന് വിളിച്ചു. അയ്യോ കണ്ട അളിയാ, അളിയന്റെ ആ സ്നേഹം ഉണ്ടല്ലോ അളിയാ, അതിന്റെ മുമ്പിൽ പോവാ. സംസാരിക്കാന്നും പ്രത്യേകിച്ച് ഇല്ലെന്ന്. ചേച്ചി സംസാരിക്കാ. എന്താല്ലേ പിള്ളേരുടെ ഓരോ കാര്യങ്ങൾ. അതെ, സിദ്ധുവിന് എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. എനിക്ക് ഒരു കാര്യം ചോദിക്കണമായിരുന്നു. എന്താ? നേരത്തെ നമ്മൾ സംസാരിച്ചില്ലേ, ലച്ചൂസ് എന്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ വിളിച്ചില്ലേ എന്നെ? എനിക്ക് ക്ലിയർ ആയില്ല. നീ എന്തൊക്കെയോ വേറൊരാളെ പോലെ പെരുമാറുന്നു, സംസാരിക്കുന്നു, എന്തായിരുന്നത്? ഇല്ലല്ലോ, ഞാൻ സാധാരണ ബിഹേവ് ചെയ്യണ പോലെയല്ലേ ബിഹേവ്. അല്ല, നീ എന്നെ എന്തൊക്കെയോ പേരുകൾ വിളിച്ചു, എന്തൊക്കെയോ. ഇല്ല, ഞാൻ സിദ്ധു തന്നെയാ വിളിച്ചേ. സിദ്ധുന്ന് വിളിച്ചില്ല. നീ വിളിച്ചില്ല, വേറെന്തൊക്കെയോ വിളിച്ചേ, സിദ്ധു എന്നൊക്കെ വിളിച്ചു. ഇല്ല സിദ്ധു, ഞാൻ സിദ്ധു തന്നെയാ വിളിച്ചത്. ഉറപ്പാ? ആ ഉറപ്പാ. കൂടുതൽ ആലോചിക്കുന്നത് വേണ്ട, ഞാൻ സിദ്ധു തന്നെയാ വിളിച്ചേ. ആ ഓക്കെ. എങ്ങോട്ടാ? ഇപ്പൊ വരാം. എന്താ ലച്ചൂസേ? ഒന്നുമില്ല. സിദ്ധുടാ, ചോറെടുത്ത് വെച്ചേക്കുന്ന. ലച്ചു, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു സിദ്ധുവിനെ എടാ പോടാന്ന് വിളിക്കരുതെന്ന്? എന്റെ കെട്ടിയോനെ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ വിളിക്കും. അമ്മൂമ്മയ്ക്ക് എന്താ? അങ്ങനെ വിളിക്കാൻ പാടില്ല. ഞാൻ വിളിക്കും. എന്താ അമ്മൂമ്മ? എടാ സിദ്ധുവിനെ എടാ പോടാന്നാടാ വിളിക്കുന്നത് ഇപ്പോഴും. ചേച്ചിയല്ലേ, വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. നമ്മൾ എത്ര നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊന്നും വിളിക്കില്ല, അങ്ങനെയൊന്നും വിളിക്കില്ലെന്ന്. എന്താണ് ചേച്ചി നമ്മള് ഒരാളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയൂ? അയാളെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നതിലൂടെയാണ് ഒരാളോട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അല്ലാതെ ഉമ്മ എന്താണ് അളിയാ സ്നേഹത്തിനെ പറ്റിയൊക്കെ ഒരു ടോക്ക്? അത് പിന്നെ ഒന്നുമില്ലയാ, അമ്മൂമ്മ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു, ലച്ചേച്ചി അളിയനെ ഇങ്ങനെ എടാ പോടാന്നൊന്നും വിളിക്കില്ലേ, പകരം ചേട്ടാന്നല്ലോ വിളിക്കണമെന്ന്. അമ്മൂമ്മ അങ്ങനെയൊക്കെ പറഞ്ഞ കൊള്ളാം, നല്ല ടോപ്പിക്. സത്യം പറഞ്ഞാലേ ലച്ചൂസ് എന്നെ സിദ്ധു ഏട്ടാന്നൊക്കെ വിളിക്കുന്നത് കേൾക്കാൻ എനിക്കിഷ്ടം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ലച്ചൂസ് എന്നെ എടാ പോടാന്നൊക്കെ വിളിച്ച് ശീലിച്ചു പോയില്ലേ. അളിയാ ഒന്നുകൂടെ ലച്ചൂസ് വിളിക്കോ? ലച്ചൂസേ. എന്റെ
അമ്മോ എന്ത് സ്നേഹമാണ് വിളിയേക്കാനായിട്ട് ഒരു രക്ഷയില്ല. അത് കേൾക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നത്, അറിയോ? ആ ചേച്ചി ഇപ്പൊ കണ്ട അള എന്തിനാണ് പറഞ്ഞത്? കേട്ടാന്ന് വിളിക്കണ കേൾക്കാനാണ് ഇഷ്ടമെന്ന്. നമ്മൾ ആദ്യം പറഞ്ഞപ്പോ ചേച്ചിക്ക് പുച്ഛല്ലായിരുന്നു. അളയാ അളയൊന്ന് തിരിഞ്ഞെന്ന് തിരിഞ്ഞിക്കളയാ. അപ്പോ അളയനെ ചേച്ചി ചേട്ടാന്ന് വിളിക്കും. അപ്പൊ അളയൻ തിരിഞ്ഞോ ഓടാടത് കണ്ടാ അളയനെ പോടാന്ന് വിളിച്ച്. കണ്ടാളിയാ കണ്ടാളിയാ ചെത്തു, ഞാൻ നിന്നെ അല്ലാട്ടാ പോടാന്ന് വിളിച്ചത്. അതാ അളിയനെ നിന്നേന്ന്. പോയാടുന്നു ലച്ചു, ലച്ചുവേ, ലച്ചൂസേ അമ്മമ്മ, ഓ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഭർത്താവിന് ഭാര്യയുടെ പേര് വിളിക്കാൻ പറ്റുമോ? വിളിക്കാം. അപ്പൊ ഭാര്യക്ക് ഭർത്താവിന്റെ പേര് വിളിക്കാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചാ ഞങ്ങളുടെ കാലത്തൊന്നും ഞങ്ങൾ വിളിച്ചിട്ടില്ല. അമ്മൂമ്മ ഇപ്പോഴും പഴഞ്ചയാണല്ലേ? കുറച്ച്. பாரு அப்படியெல்லாம் இல்ல பாரு, என்ன வேணா கூப்பிடலாம். ஆனா இந்த கணவன் மனைவிக்கு இடையில பாசம் ரெஸ்பெக்டும் மட்டும் இருந்தா போதும். അതാണ് പോയിന്റ് കേട്ടാ. അങ്ങനെ വേണം കാര്യങ്ങള്. ലച്ചൂസേ ലച്ചൂസ് ലച്ചൂസ് അതെ സിദ്ധു, എനിക്ക് നിന്റെ അടുത്ത് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. ഇനി തൊട്ട് എന്നെ ലച്ചൂസേ എന്നൊന്നും വിളിക്കരുത്. ഒന്നില്ലെങ്കിൽ ലച്ചു എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ലക്ഷ്മി എന്ന് വിളിക്കാം. ഇപ്പൊ എന്താണ് അങ്ങനെയൊക്കെ തോന്നാനൊരു കാര്യം? ലച്ചൂസ് ലച്ചൂസ് ഞാൻ ലച്ചൂസേന്ന് വിളിച്ച് ശീലിച്ചു പോയില്ലേ? ഇനിയിപ്പോ അതെങ്ങനെ മാറ്റാൻ പറ്റുക? സിദ്ധുവേട്ടന് ഞാൻ സിദ്ധുവേട്ട എന്ന് വിളിക്കുന്നത് കേൾക്കാനാണ് ഇഷ്ടമെങ്കിൽ സിദ്ധുവേട്ടനെ ഇനി തൊട്ട് ഞാൻ സിദ്ധുവേട്ട എന്ന് വിളിച്ച് ശീലിച്ചോളാം. എങ്ങനെ എങ്ങനെ സിദ്ധു സിദ്ധുവേട്ടാന്ന്. അയ്യേ എന്തോ കേട്ടിട്ട് എന്തോ ഭയങ്കര മടുപ്പ്. സിദ്ധു ഏട്ടാന്ന്. സിദ്ധുവേട്ടനാണല്ലോ അകത്ത് വെച്ച് പറഞ്ഞത് സിദ്ധുവേട്ടനെ സിദ്ധുവേട്ട എന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. അയ്യടാ, അത് ഞാൻ അമ്മുമ്മ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ അമ്മുമ്മേനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചേക്കാന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. സിദ്ധു ഏട്ട അയ്യേ എന്തോ പോലെ കേട്ടിട്ട്. സിദ്ധുവേട്ടാ എന്നാ പിന്നെ സിദ്ധുവേട്ടൻ പറ. സിദ്ധുവേട്ടനെ ഞാൻ എന്ത് പേരും പറഞ്ഞു വിളിക്കണം? ലച്ചൂസ് ലച്ചൂസ് നേരത്തെ എന്നെ എങ്ങനെയാണോ വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെ എന്നെ വിളിച്ചത്. ലച്ചൂസ് കോൾ മീ ബൈ മൈ നെയിം. ഓക്കെ? അപ്പൊ ഞാൻ നിന്നെ അങ്ങനെ വിളിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല? ഒരു കുഴപ്പമില്ല, എന്തുകൊണ്ടും വിളിച്ചു. അപ്പോ കേശുവും ശിവാനിയും അമ്മുമ്മയൊക്കെ പറഞ്ഞതോ? അവർക്കെന്താ പ്രശ്നം? അവരെന്റെ അടുത്ത് പറഞ്ഞു ഭർത്താവിനെ റെസ്പെക്റ്റോടെ സംസാരിക്കണം, വാടാ എടാ പോടാന്നൊന്നും വിളിക്കാൻ പാടില്ല. ലച്ചൂസേ അവരൊക്കെ പ്രത്യേകിച്ച് അമ്മുമ്മയൊക്കെ പഴയ വൈബിലാടാ. നീ നിനക്ക് എന്നെ ഇഷ്ടമുള്ളതൊക്കെ വിളിച്ചു, ഒരു സീനും ഇല്ല. ശരിയോ? ആടാ. ഫോൺ റിംഗ് ചെയ്യുന്ന എടുക്ക്. ലച്ചൂസ് വിളിക്കുന്നു, എടുക്കട്ടെ? എടുക്ക. ഹലോ. ഹായ് സിദ്ധു. ഹായ് ലച്ചൂസ്. സിദ്ധു എന്തെടുക്ക? ഞാനേ എന്റെ ലച്ചൂസായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഓ ലച്ചൂസ് അവിടെ ഉണ്ടോ? ആ ലച്ചൂസ് ഇവിടെ ഉണ്ട്, സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോഴേ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായേനെ, അതെങ്ങനെയോ ഒരു വഴിതിരിഞ്ഞ ആ വഴിക്ക് അങ്ങ് പോയി. പിന്നെ സിദ്ധു ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞു. ഞാൻ സിദ്ധുവിനെ ഈ എടാ വാടാ പോടാന്നൊക്കെ വിളിക്കുന്നതേ എനിക്ക് എന്റെ സിദ്ധുവിനെ അത്രയ്ക്ക് ഇഷ്ടമായതും കൊണ്ടാ. അതിലെന്റെ അടുത്ത് ദേഷ്യമൊന്നും തോന്നട്ടെ. എനിക്ക് ലച്ചൂസിന്റെ അടുത്ത് ഒരു ദേഷ്യമില്ല, സ്നേഹം മാത്രം. ശരിക്കും? എന്നാ ഞാൻ ഫോൺ വെച്ചോട്ടെ? പെട്ടെന്ന് വെച്ചു. ഞാനും കെട്ടി. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.